ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആർവെലിനെ പറ്റി വീഡിയോ ഇടാൻ ഒരുപാട് ആൾക്കാർ പറയുന്നു. അതുകൊണ്ട് ഇന്ന് ആർവെലിനെ പറ്റി ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചു. ആക്ച്വലി ആർവെലിൽ എൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റോക്സ് ആണ്. ഞാൻ 30 രൂപ മുതൽ പറയുന്ന സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു 30-ന് 70-ന്റെ ഇടയ്ക്ക് മോർ ദൻ 10-12 ടൈംസ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആർവെലിനെ പറ്റി ഇട്ടിട്ടുണ്ട്. അവിടുന്ന് അതിന് മൾട്ടി ബാഗ് റിട്ടേൺ കൊടുത്ത് 600 ലെവലിലേക്ക് സ്റ്റോക്ക് പോയി. അവിടുന്ന് അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് താഴോട്ട് വന്ന് 420 430 നിൽക്കുമ്പോൾ ഒരു കൺസൾട്ടേഷൻ നിൽക്കുമ്പോൾ ആർവെലിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ സ്റ്റോക്ക് താഴോട്ട് വന്ന് ഇപ്പോൾ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞെടുക്കുകയാണ്. ആർവെലിൽ വീഡിയോ 420 ഇട്ട ആൾക്കാർ. പക്ഷെ ആക്ച്വലി ഇതൊരു ഫോളോ അപ്പ് വീഡിയോ ആണ്. ഈ ഫോളോ അപ്പ് വീഡിയോയിൽ 30 രൂപ മുതൽ വാങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പം 420 ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരു നല്ലൊരു കറക്ഷൻ വന്നിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷെ അവിടെ നിന്ന് നെക്സ്റ്റ് ക്വാർട്ടേഴ്സ് റിസൾട്ട് ഒക്കെ മോശമാണെന്നല്ല പറയുന്നത്, മാർജിൻ പ്രഷർ കമ്പനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ മാർജിൻ പ്രഷർ വന്നതുകൊണ്ട് തന്നെ ഓരോ ക്വാർട്ടർ റിസൾട്ടും ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിൽ ബെറ്റർ ആയിരുന്നില്ല. അതിന് ബേസിലാണ് സ്റ്റോക്ക് ഇറങ്ങി താഴോട്ട് വന്നത്. ചില സ്റ്റോക്സ് നമ്മൾ കൺവെൻഷണൽ സ്റ്റോക്സ് ആയിരിക്കണം. അത് ഇപ്പോഴത്തെ മൂവ്മെന്റിലുള്ള മാർജിൻ പ്രശ്നം, താൽക്കാലികമായ പ്രശ്നങ്ങളും ഒന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഭാവിയിലേക്ക് ഈ സ്റ്റോക്ക് എന്താവും മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡൗൺ സൈഡിലും അതിന്റെ മോശം സമയങ്ങളിലും മാർജിൻ പ്രഷർ നേരിടേണ്ട സമയങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണം. എല്ലാ സ്റ്റോക്സും വേണമെന്ന് പറഞ്ഞില്ല, കൺവിക്ഷണൽ സ്റ്റോക്സ്. നിങ്ങളെ കൺവിക്ഷൻ ആർവെൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അത് എൻ്റെ വ്യൂ മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ആർബിഎനിൽ IOC എന്ന സ്റ്റോക്സ് ഒക്കെ എൻ്റെ കൺവിക്ഷണൽ സ്റ്റോക്കാണ്. അതുകൊണ്ട് അതിന്റെ മൂവ്മെന്റ് ഞാൻ പലപ്പോഴും നോക്കാറില്ല. ചില സമയത്ത് ഇപ്പോൾ 600 റുപ്പീസിലെ ആർവെലിലെ സെല്ല് തന്നെയാണ് ആക്ച്വലി. ശരിക്കും ഇത് നോക്കിയാൽ ഒരു മൾട്ടി ബാഗ് റിട്ടേൺ 30-ന് 600 രൂപയിലേക്ക് പോകാൻ 2000% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. സോ പക്ഷെ നമ്മൾ കൺവിക്ഷൻ ഉണ്ട് സ്റ്റോക്കിന് കൈവശം വിട്ടുപോകും. ചില സ്റ്റോക്സ് എപ്പോഴും ഹൈ പീയിലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. അതിന്റെ ആ സമയങ്ങളിലാണ് അത് 1 ലക്ഷം കോടി ഓർഡറൊക്കെ ആർവെലിന് കിട്ടുന്നത്. സോ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് 600ലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്താണ് വീഡിയോ ഇട്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഈ സ്റ്റിൽ 600-700% ലാഭത്തിലുള്ള സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 330 റുപ്പീസ് നോക്കുകയാണെങ്കിൽ. പക്ഷെ 420 റുപ്പീസ് എൻ്റെ ആദ്യ വീഡിയോ കാണുന്ന ആളൊക്കെ സംബന്ധിച്ചോളം അത് റെക്കമെൻഡേഷൻ മോശമാണ്. സോ എടുത്ത് പറയുകയാണെങ്കിൽ 400 രൂപയിലേക്ക് സ്റ്റോക്ക് തിരിച്ച് കയറും. പക്ഷെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ അങ്ങനെ തന്നെ കാണണം. പല സ്റ്റോക്സും LNT സ്റ്റോക്സ് ഒക്കെ ഇതുമായി ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പോലും കൊല്ലങ്ങളോളം ആരും അറിയപ്പെടാതെ കിടന്ന സ്റ്റോക്ക്. അറിയപ്പെടാത്തതുകൊണ്ടാണോ അത് എക്യുമിഷൻ നടക്കുന്നതാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. സോ ആർവെലിനെ പറ്റി ഇന്ന് ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. ഫ്രഷ് ആയിട്ട് ആരും എൻ്റർ ചെയ്യുന്ന കാര്യമില്ല. ഓൾറെഡി ഉള്ള ആൾക്ക് എന്ത് ചെയ്യണമെന്നാണ് മെയിനായി ഇനി ആർവെലിനെ വെച്ചിട്ട് പറയുന്നത്. ആർവെൽ എന്താണെന്ന് ഒരുപാട് എല്ലാവരും പറഞ്ഞതാണ്. എന്നാലും വേണ്ടില്ല, ആർവെൽ കമ്പനി എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്നും കൂടെ പറയാം. നിങ്ങളൊരു കൺക്ലൂഷൻ എത്താം. ആദ്യം പറയാണ്, ഇതൊരു റെക്കമെൻഡേഷൻസ് ആയി കാര്യം. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം മതി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. പല ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രാഡേ ഉണ്ട്, സ്വിംഗ് ബേസ്ഡ് ഉണ്ട്, ലോങ് ടേം ഉണ്ട്. നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരിക്കലും ആർവെലിൽ വാങ്ങേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് സ്റ്റോക്ക് നിങ്ങൾ വാങ്ങണം. നിങ്ങൾ കൺവിക്ഷൻ സ്റ്റോക്ക് വാങ്ങി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള നിങ്ങൾ സ്വിംഗ് ചെയ്യുന്ന ഇൻട്രാഡേ ചെയ്യുന്ന കിട്ടുന്ന പൈസ എടുത്തിട്ട് ലാഭം എടുത്തിട്ട് നിങ്ങൾ ഈ കൺവിക്ഷൻ സ്റ്റോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ആവറേജ് കോസ്റ്റ് ആയി വരും. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങളെ ആർവെലിന്റെ ആവറേജ് താഴോട്ട് വന്ന് താഴത്ത് വാങ്ങി നമ്പർ ഓഫ് ഷെയർസ് കൂട്ടി വാങ്ങാൻ സാധിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയാണ്. സോ ആർവെൽ എന്ന കമ്പനി 2003 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. നവരത്ന PSU ആണ് ആർവെൽ, അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേ. സോ ആദ്യം എന്താണ് ആർവെൽ എന്നാണ് പറയുന്നത്. വേരിയസ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അസൈൻ ചെയ്യുന്ന പല പ്രൊജക്ട്സും അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് RVNL. ഡബ്ലിംഗ്, ഗോച്ച് കൺവേർഷൻ, ന്യൂ ലൈൻസ്, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, മേജർ ബ്രിഡ്ജസ്, വർക്ക്ഷോപ്പ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, അതുപോലെ തന്നെ റെയിൽവേ ആയിട്ടുള്ള ഫ്ലൈറ്റ് റവന്യൂ ഷെയർ ചെയ്യുക എന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് RVNL ഈ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കമ്പനി കൊണ്ടുവന്നത്, ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഹിൽ റെയിൽ പ്രൊജക്ട്സ് കമ്പനി ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് മെട്രോ സിസ്റ്റംസ് ആർവെൽ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഞാൻ കണ്ട പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് വിചാരിച്ചാൽ, RVNL എന്ന കമ്പനി ഒരു ക്ലിയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി, EPC കമ്പനി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിൽ നിന്നും കമ്പനി വളർന്ന് ഇപ്പം റെയിൽവേ റിലേറ്റഡ് അല്ലാതെ തന്നെ പുറത്തിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ആവശ്യമുള്ള വർക്ക്സും ആർവിനിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പേര് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണെങ്കിലും കമ്പനി ആക്ച്വലി റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയല്ല. ഇപ്പോൾ ഓവർസീസ് ഓർഡേഴ്സ്, അത് കൺട്രീസിന് കിട്ടുന്ന ഓർഡേഴ്സ് ആർവിനിൽ എടുക്കുന്നുണ്ട്. അവർ എക്സിക്യൂഷൻ പെർഫെക്റ്റ് ആണ്, മാനേജ്മെന്റ് നല്ലതാണ്. അത് ആർവിനിൽ നേരിട്ട ഏക പ്രശ്നം മാർജിൻ പ്രശ്നമാണ്. കാരണം ആർവിനിൽ തന്നെ ഗവൺമെന്റ് കമ്പനിയാണ്. ഗവൺമെന്റ് ഓർഡേഴ്സ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് കിട്ടാനും ഡിലേ ആവും, അതിൽ പെർസെൻറ്റേജ് പ്രോഫിറ്റും കുറവായിരിക്കും. സോ റെയിൽവേ ആർവിനിലിന്റെ 60-70% അവർ കിട്ടുന്ന ഗവൺമെന്റ് പ്രൊജക്ട്സ് ആണ്. സോ അതിൽ വരുന്ന ഡിലേയും ആസ് വെൽ ആസ് മാർജിനും. പിന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എടുത്തിട്ട് ഗവൺമെന്റ് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനുള്ള കമ്പനികൾ ആർവിനിൽ. ആർവിനിലും ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് മാർജിൻ കൂട്ടിയിട്ടൊന്നും അവർക്ക് അവരെ ഓർഡേഴ്സ് എടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ആർവിനിൽ മറ്റ് വർക്കുകളിലൊക്കെ ഔട്ട്സൈഡ് വരുന്ന റെയിൽ റിലേറ്റഡ് എല്ലാ വർക്ക്സിനൊക്കെ മാർജിൻ എടുക്കുന്നുണ്ട്. പിന്നെ അവരെ അബ്രോഡിൽ കിട്ടുന്ന വർക്കിനും ആർവിനിൽ മാർജിൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 5-6 ക്വാർട്ടേഴ്സ് സ്ഥിരമായിട്ട് അതിന്റെ മാർജിനിൽ കുറഞ്ഞു വരും. അപ്പൊ റവന്യൂ കൂടിയത് കാര്യമില്ല, മാർജിൻ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല, പ്രോഫിറ്റ് ഉണ്ടായില്ലേ കാര്യമില്ല. പക്ഷെ ആർവിനിന്റെ ബേസ് വലിയൊരു കമ്പനിയാണ്. ആ വലിയൊരു കമ്പനി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പൊ മാർജിൻ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പി റേഷ്യോ, EPS ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കാർ വാങ്ങുന്നില്ല. പക്ഷെ അതിൽ ഒരു സാധ്യത ഉണ്ടോ ഇല്ലേ, അവിടെയാണ് നമ്മുടെ പോയിന്റ്. അതൊരു വലിയ കമ്പനി ആവാൻ സാധ്യത ഇല്ലേ, വലിയൊരു കമ്പനി ആവൂലേ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ LNT ആവാൻ സാധ്യത ഉണ്ട് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞാൽ LNT ആവുന്നതല്ല, ആ ലെവൽ ആവുന്നല്ല പറഞ്ഞത്. പക്ഷെ വലിയൊരു കമ്പനിയാണ്, വലിയ വലിയ പ്രൊജക്ട്സ് വരുന്നുണ്ട്. സോ ഈ ലെവൽ ഒരു ഇന്റർനാഷണൽ ഓർഡേഴ്സ് കയറി പോവുകയാണെങ്കിൽ ആ കമ്പനി വലിയൊരു കമ്പനിയായി മാറാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിലൊക്കത്തിലും പുറമെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് റെയിൽവേ തന്നെ എടുക്കാം. റെയിൽവേ ഒരു 1% പോലും ഒരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല ഇന്ത്യയിൽ. 1% ആർവിനിൽ ഡെവലപ്പ് വന്നിട്ടില്ല. ആർവിനിൽ എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് മാത്രമല്ല, സ്റ്റേഷൻസ്, ഒരുപാട് EPC വർക്ക് റെയിൽ റിലേറ്റഡ് ചെയ്യുന്ന കമ്പനിയാണ് ആർവിന്. 1% അടുത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ആയിട്ടുള്ളൂ. 99% ബാക്കി കിടക്കാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹ്യൂജ് പ്ലാൻസ് ഗവൺമെന്റ് ഉണ്ടും താനും, പക്ഷെ അത് ചെയ്യും. ഓൺലി ടൈം ഡസ് മാറ്റർ. 4-5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും അന്ന് വന്നൊരു ബുൾ റൺ റെയിൽവേ മാർക്കറ്റിൽ വരും. അന്ന് ഫണ്ട് ഇലക്വേഷൻ വന്ന് ചെയ്യുന്ന പറഞ്ഞപ്പോൾ സ്റ്റോക്ക് കയറി. പക്ഷെ സംഭവിച്ച ആക്ച്വലി ഫുൾ ഡെവലപ്മെന്റ് വന്നിട്ടില്ല. ഇനിയും ഞാൻ പറഞ്ഞു 99% ബാക്കിയുണ്ട്. സോ ഇനിയും അങ്ങനത്തെ ന്യൂസ് വന്ന് റെയിൽവേ കമ്പനി മാറിക്കഴിഞ്ഞാൽ എന്തായാലും റെയിൽവേ മാറും, അടിമുടി മാറും. സ്റ്റേഷൻസും റെയിലും ട്രെയിനും ഒക്കെ മാറാൻ പോവാണ്. അത് മാറുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഓർഡേഴ്സ് ഈ പറഞ്ഞ കമ്പനിക്ക് വരും, ആർവിനിൽ വരും, ജൂബിറ്റർ വാഗൺസ് വരും, റെയിൽടെലിന് വരും. സോ അതുവരെ പേഷ്യൻസോട് കൊടുത്ത് ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തെ വാങ്ങാം, നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല പൈസ കിട്ടിയിട്ടുണ്ടോ വാങ്ങാം, അങ്ങനെ വാങ്ങി വെക്കണം ആർവിനിൽ. അതല്ല നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് അല്ല ആർവിഎൻഎൽ. ആണെങ്കിലും LIC ആണെങ്കിലും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു കമ്പനീസാണ് ഇതൊക്കെ. പക്ഷെ അതിനൊക്കെ കുറച്ച് ക്ഷമ വേണം, ക്ഷമയോട് കാത്തുനിന്ന് BSC ഒക്കെ എല്ലാവരും കാത്തുനിന്നമായി ക്ഷമയോടുകൂടി കാത്തു നിന്നിട്ട് ഹോൾഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ആർവിഎൻഎൽ. പിന്നെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 93,000 crores ഓർഡർ കൈവശം ആർവിന് കയ്യിലുണ്ട്. പക്ഷെ അതിനി 58,000 കോടി റെയിൽവേനും 12,000 കോടി സിഗ്നലിനും ബാക്കിയുള്ളത് ഒരു ഔട്ട്സൈഡ് ആയിട്ട് കിട്ടിയ ഓർഡേഴ്സ് ആണ്. ഇവിടെയാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അതിന് പുറമെ ഒരു മിയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും അത് ഡെവലപ്പായിട്ട് പവർ ആൻഡ് ട്രാൻസ്മിഷൻ, റോഡ്സ് ആൻഡ് ഹൈവേസ്, പോർട്സ്, ഹൈഡ്രോ ആൻഡ് ഇറിഗേഷൻ ഇന്ന് എല്ലാ സെക്ടറിലേക്കും ആർവിനിൽ കടന്നിട്ടുണ്ട്. ചില കമ്പനിക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ ബിസിനസ്സിൽ കിടക്കുമ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കപ്പാസിറ്റി ഇല്ലാതെ നിലവിലുള്ള ബിസിനസ്സിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കിടക്കുമ്പോൾ പൊട്ടിപ്പോയ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ ആർവിഎല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന് കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ് ആർവിഎൽ. വേറൊരു ഡൈവേഴ്സിഫൈ ചെയ്താൽ തന്നെ അതിനെ വെൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ആർവിഎൽ. അവിടെ നമുക്ക് അതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ 99% ഡെവലപ്പ് ചെയ്യാണ്ട് അതിൽ കിട്ടുന്ന ഇൻകത്തിന് പുറമെ അവർ പവർ ട്രാൻസ്മിഷൻ, ഈ പോർട്സ്, ഹൈഡ്രോ ഭാവിയിലേക്കുള്ള ബിസിനസ്സിലേക്ക് കിടക്കുന്നുണ്ട്, റിന്യൂവബിൾ എനർജി സെക്ടറിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആർവിഎൽ കയറി പോവാം. ലാസ്റ്റ് വരെ ക്വാർട്ടർ റിസൾട്ട് ഇതിൽ മാർജിൻ പക്ഷെ നന്നായിട്ട് നേടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് വന്ന 2027 ഫസ്റ്റ് ക്വാർട്ടറിൽ റിസൾട്ട് വന്നപ്പം
നല്ലൊരു മാറ്റം ആർവിഎല്ലിൽ കാണിച്ചിട്ടുണ്ട്. ആർവിഎല്ലിൻ്റെ മാർജിൻ പ്രഷറൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം മാർജിനൊക്കെ 4.41 കൂടിയിട്ടുണ്ട്. 1.6 ലാസ്റ്റ് ഇയർ ഉള്ളത് മാർജിൻ ഇപ്പം 4.41 ആയിട്ട് കൂടിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് റീസെൻ്റ്ലി കൊടുത്ത മാനേജ്മെൻറ്റ് ഗൈഡൻസ് പ്രകാരം 15% റവന്യൂ ഗ്രോത്ത് അവർക്ക് ഉണ്ടാവുമെന്നാണ് കമ്പനി മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 15 മുതൽ 20% പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടാവുന്ന കമ്പനി മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 20,000 മുതൽ 25,000 കോടി ഓർഡർ ഇനിയും കിട്ടും. അതിൽ ഓൾറെഡി 5,500 കോടി ഓർഡർ ഈ ക്വാർട്ടറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ അതിന് പുറമെ കമ്പനി മാനേജ്മെന്റ് പറയുന്നത് അവർ പവർ ട്രാൻസ്മിഷൻ, ഹൈഡ്രോ ഇറിഗേഷൻ, ഗ്രീൻ എനർജി അങ്ങനെ പല ബിസിനസ്സിലേക്ക് അവർ എക്സ്പാൻഷൻ ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് സെൻട്രൽ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഈസ്റ്റേൺ യൂറോപ്പ്, ആഫ്രിക്ക ഇതിലൊക്കെ അവർ കൂടുതൽ മാർജിൻ കിട്ടുന്ന ഇതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെയിൽവേ ഗവൺമെന്റ് ഡിപ്പെൻഡൻ്റ് ആയ സ്ഥലത്ത് നിന്ന് 60% ഗവൺമെന്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ അത് അവിടെ കുറച്ചിട്ട് 30% കൊണ്ടുവരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി 30% ഓർഡേഴ്സ് ഇന്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് മാർജിൻ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇനി ഭാവി വരുമ്പോൾ ഒരു ഓർഡർ കൂടുന്നുണ്ടോ എന്ന് നോക്കാം, പുതിയ ഓർഡർ വരുന്നുണ്ടോ നോക്കാം, നിലവിലുള്ള ഓർഡറിൻ്റെ മാർജിൻ എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം പ്രോഫിറ്റ് മാർജിൻ 4.4, ഈ 4% മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ തന്നെ 15% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ ഈ കമ്പനി മെല്ലെ മെല്ലെ ഈ ലെവലിൽ കയറിപ്പോകും. കാരണം അതിൽ താഴത്തെ ലെവലിൽ ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇപ്പോഴത്തെ ഇത് ഒക്കെ ഇപ്പോൾ ടൈം ബീയിങ് ആണ്. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലുള്ള കമ്പനിയാണെന്ന് മനസ്സിലാകുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ FIS കൊടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഈ FIS റീ എൻട്രി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചീപ്പ് റേറ്റിൽ അവർക്ക് 200 രൂപ കിട്ടിയാൽ റീ എൻട്രി ചെയ്യാൻ തുടങ്ങും. റീ എൻട്രി ചെയ്ത് തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ നിന്ന് സ്റ്റോക്ക് കയ്യിലുള്ള ഷെയർ പോവുക ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് Q1 ഫിനാൻഷ്യൽ 27 നോക്കുകയാണെങ്കിൽ സെയിൽസ് 3,908 കോടിയിൽ നിന്ന് 4,321 കോടിയായിട്ട് ഇയർ ഓൺ ഇയർ ബേസിൽ കൂടിയിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 4,532, 4,462 കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 124 കോടി ഉള്ളത് 153 കോടി, 23% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. മാർജിനും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് വശം. ചില സമയത്ത് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു മേയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഭാവിയിൽ ചിലപ്പോൾ ഇത് അറിയപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ പവർ ആൻഡ് ട്രാൻസ്മിഷൻസ്, അല്ലെങ്കിൽ ഹൈഡ്രോ ഇറിഗേഷൻസ്, അല്ലെങ്കിൽ വാരി എനർജി മാതിരിയുള്ള റിന്യൂവബിൾ എനർജീസിലൊക്കെ കടന്ന് വലിയൊരു കമ്പനി ആയിട്ടേക്കും നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ പ്രസന്റ് വാല്യുവേഷൻസിൽ ഇത് ആക്ച്വലി ഇപ്പോഴും ചീപ്പല്ല. ഇപ്പം നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ FIS അവരുടെ സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. 4.86 2.4 വരെ പകുതി ആക്കിയിട്ടുണ്ട് അവരെ FIS സ്റ്റേക്ക്. പക്ഷെ FIS സ്റ്റേക്ക് കുറച്ചുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് മന്ത് തന്നെ അവരെ FIS സ്റ്റേക്ക് കൂട്ടാം. ഇത് നമ്മളെ കൺട്രോളുള്ള കാര്യങ്ങളൊന്നല്ല. FIS സ്റ്റേക്ക് കൂട്ടുന്നുണ്ടോ ഇല്ല. അവരെ പ്രോഫിറ്റ് 400-350 സെല് ചെയ്തിപ്പോൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ജൂലൈ ഓഗസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണാൻ FIS സ്റ്റേക്ക് കൂട്ടിയെന്ന്. സോ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് നെഗറ്റീവാണ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ 2.41 അവർ സ്റ്റേക്ക് കുറച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ DIS 6.64 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. 6.61 ഉള്ള 6.64 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് തന്നെ നെഗറ്റീവാണ്. പിന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ മൈനസ് ആണ്. കാരണം ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഈ നെറ്റ് പ്രോഫിറ്റ് ഈ വലിയ വലിയ പ്രൊജക്ട്സ് എടുത്ത കമ്പനിക്ക് നെറ്റ് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടാൻ കുറച്ച് പ്രയാസം. പക്ഷേ നെറ്റ് ക്യാഷ് ഫ്ലോ മൈനസ് ആണ്. പിന്നെ ഹൈ PE ആണ്. ഇൻഡസ്ട്രിയൽ PE 15.2 ഉള്ളൂ. ആർവിഎല്ലിൻ്റെ PE 52.2 ആണ്. ചില കമ്പനീസ് എപ്പോഴും ഓവർ PEയിൽ അത് ചെയ്യും. അതിന് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഓവർ PEയിലാണെങ്കിൽ തന്നെ അങ്ങനെ അടിച്ചു പോകുന്നില്ല. അതിന് ഭാവിയിൽ എക്സ്പാൻഷൻ കണക്കിലെടുത്തിട്ടായിരിക്കാം ചില കമ്പനീസ് ഹൈ PE ആണ്. പക്ഷെ ഇത് PE ഒക്കെ നോക്കി വാങ്ങുകയാണെങ്കിൽ ഹൈ PE ആണ്. EPS ഒക്കെ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഈ ഒരു ക്വാർട്ടർ റിസൾട്ട്, ഫിനാൻഷ്യൽ ഇയർ 2027 ക്വാർട്ടർ 1 കൊടുത്ത റിസൾട്ട്, അതായത് ലാസ്റ്റ് ജൂണിൽ കൊടുത്ത റിസൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുന്നതിന് മാനേജ്മെന്റ് പറയുന്നത് നമുക്കറിയില്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് മെല്ലെ മെല്ലെ ഈ ലെവലിൽ നിന്ന് അക്യുമുലേഷൻ വരും. FIS ബൈ ചെയ്ത് ഇങ്ങനെ കയറി പോകും. ശരി, 220 കൊടുക്കുന്നത് ബുദ്ധിയുള്ള കാര്യമല്ല. ചിലപ്പോൾ 320 പോയാലും 270 ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ടെക്നിക്കലി. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റിട്ട് താഴെ ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ വീണ്ടും വാങ്ങാം.
സോ 30 രൂപ വരുന്ന ആൾക്കാർ ഇപ്പോഴേ ഹോൾഡ് ചെയ്യുക, അതിൽ ചെയ്യാം. അല്ലെങ്കിൽ 600 രൂപയ്ക്ക് നിങ്ങൾ എല്ലാം കൊടുക്കായിരുന്നു. ഈ 420 രൂപയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത ശേഷം അത് 470 രൂപയിലേക്ക് പോയിരുന്നു. ഏകദേശം 15-20% എപ്രസന്റ് കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് പിന്നെ അടിച്ച് ആ ക്വാർട്ടർ റിസൾട്ട് മോശമാകുന്നത്, മാർക്കറ്റ് കണ്ടീഷൻ മോശമായി, ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ അടിച്ചടിച്ചാണ് ഈ റേറ്റിൽ എത്തിയത്. ഇപ്പോൾ 225.30 ആണ് പ്രസന്റ് പ്രൈസ്. ഈ ലെവലിൽ സെല്ലിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഡെപ്റ്റ് ഇക്വിറ്റി 0.49, ഡെപ്റ്റ് ഒക്കെ നന്നായി കുറച്ചുണ്ട്. 1.03 ഉള്ളത് കുറച്ച് ലാസ്റ്റ് ക്വാർട്ടർ 0.56 ആയി, ഇപ്പോൾ ഈ ക്വാർട്ടറിൽ 0.49 ആയിട്ട്, അത് പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ്സ് ഇതൊക്കെയാണ്. FAS സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്, നെറ്റ് ക്യാഷ് ഫ്ലോ മൈനസ് ആണ്, ഹൈ പി ആണ്. പക്ഷെ നിങ്ങൾക്കത് ഭാവിയിലേക്ക് ഈ സ്റ്റോക്ക് വലിയൊരു കമ്പനി ആവുന്ന വെച്ചാൽ നമ്മൾ അറിവിൽ ഞാൻ വിചാരിക്കുന്നത് ആവുകയാണെങ്കിൽ വലിയൊരു കമ്പനിയെ മാറാൻ സാധ്യത സ്റ്റോക്കാണ്. സോ അങ്ങനെ ആ സ്റ്റോക്കിന് ഈ ലെവൽ എത്തുമ്പോൾ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി 30 രൂപ വാങ്ങിയ സ്റ്റോക്കാണ്. പിന്നെ അത് ചില ആൾക്കാർ കമൻസിൽ 160 വരും, അങ്ങനെയൊക്കെ 160 വരും നമുക്ക് ഉറപ്പാണുണ്ടെങ്കിൽ ഒക്കെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതാണ്. ഇതൊന്നും നമ്മൾ കൺട്രോളിലല്ല. നമ്മൾ അടിക്കുന്നു ചോദിക്കുമ്പോൾ സ്റ്റോക്ക് കയറിപ്പം, സ്റ്റോക്ക് കയറുന്നു ചോദിക്കുമ്പോൾ അടിച്ചു വരും. സോ RVNL, വാരി എനർജീസ്, പിന്നെ ജൂപ്പിറ്റർ വാഗൺസ് ഞാൻ വളരെ പോസിറ്റീവാണ്. IOC, LIC, യൂണിയൻ ബാങ്ക്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള സ്റ്റോക്സ് ആണ് പലതും. വാരി എനർജി ഒക്കെ ആ ഒരു ഗവൺമെന്റിന്റെ USA അവർക്കുള്ള പ്ലാന്റ്, അതാണ് അവർ മെയിൻ തലവേദന. പക്ഷെ അത് ട്രംപ് അത് എഗെയിൻസ്റ്റ് ആയത്തോളം കാലം അത് മുന്നോട്ട് വലിയ വിഷയമാണ്. പക്ഷേ ഇതൊക്കെ ഒരു ടൈം ബീയിങ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ആൾക്കാർ പ്ലാന്റിന് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. നെഗറ്റീവിൽ അപാര റിസൾട്ടും ആണ് കൊടുത്തത്. വെറുതെ ഒരു USA ട്രംപ് റിന്യൂവൽ എനർജി എഗെയിൻസ്റ്റ് ആണ്, US പ്ലാന്റ് ഇവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയത്. അല്ലാണ്ട് അവർ റിസൾട്ട് മോശമല്ല, അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സ് മോശം, ഒന്നും മോശമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചത് ഇറങ്ങിയോണ്ട് സ്റ്റോക്ക് മോശമായിക്കൊള്ളണമെന്നില്ല. ഇറങ്ങി താഴെ വന്നിട്ട് അതിന് നമ്മുടെ റീറ്റേഴ്സ് എനിക്ക് സ്റ്റോക്ക് പോയതിനു ശേഷം വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ നമ്മളുമായി 1-2 മാസമോ ഒന്നല്ല, 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ആവുന്നതനുസരിച്ചാണ് അവർ ഷെയർ വാങ്ങി വെക്കുകയും ചെയ്യുക. സോ RVNL പിക്ചർ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഒരു മിയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും അതൊരു EPC ഇൻഫ്രാസ്ട്രക്ചർ വലിയ കമ്പനിയായിട്ട് മാറി, ഇന്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടുന്ന കമ്പനി. അപ്പോൾ നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനി വേറെ ലെവലിലേക്ക് പോകും. സോ ഇനിയിപ്പോൾ ഈ റിസൾട്ട് പ്രകാരം RVNL ഒരു ബേസ് എടുത്ത് മെല്ലെ കയറുന്നുണ്ട്. അതങ്ങനെ നിന്ന് ഒരു 250-260 ലെവലൊക്കെ പോയി ഒരു കൺസോഷൻ വന്ന് ഇത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ കളിക്കും. നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് സൂപ്പറാണ്. പിന്നെ അവിടെ കയറി 320-330 പോയത് അങ്ങനെ മെല്ലെ കയറി പോകുള്ളൂ. റിസൾട്ട് ഏതെങ്കിലും ക്വാർട്ടർ റിസൾട്ട് മോശമാണെങ്കിൽ, മാർക്കറ്റ് പ്രഷർ വീണ്ടും വരാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് കൊടുത്തിട്ട് വേണം താഴ്ത്തുനിന്ന് വാങ്ങാം. ലോങ് ടേമിൽ RVNL വലിയ കമ്പനി ആവും ഞാൻ വിചാരിക്കുന്നതാണ്. അത് ശരിയായിക്കോളുന്നില്ല. ഒരു മിയർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അല്ല, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയല്ല. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഡെവലപ്മെന്റ് ഒന്നും ആയിട്ടില്ല. ഇനി എത്രയോ കിടക്കാനുണ്ട്. ബുള്ളറ്റ് ട്രെയിൻസ് വരാൻ പോകുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻസ് ഡെവലപ്പ് ചെയ്യും. ഇതിലൊക്കെ നല്ലൊരു പങ്ക് വഹിക്കാൻ സാധ്യത കമ്പനിയാണ് RVNL-ഉം റെയിൽടെല്ലും ഒക്കെ. സോ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് തോന്നാണ്, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ആയിട്ടില്ല, അതിനി 4-5 കൊല്ലം കൊണ്ട് വേറെ ലെവൽ എത്തുന്നു നമ്മൾ വിചാരിച്ചത് നടന്നോളന്നില്ല. എത്താണെങ്കിൽ ക്രോസ് ഓഫ് ഓർഡേഴ്സ് ഇത് വരും. ഇപ്പൊ റീസെന്റ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർക്ക്. ഗവൺമെന്റ് 13,041 കോടിന്റെ കാപ്പക്സ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. 4 റെയിൽവേ പ്രൊജക്ട്സും ഒരു ഹൈവേ പ്രൊജക്റ്റും അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊക്കെ ബെനിഫിറ്റ് RVNL കിട്ടും. സോ ഇതാണ് പിക്ചർ. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്ന ആൾക്കാർ അനലിസ്റ്റ് അല്ല. നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലായിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. RVNL വ്യക്തമായിട്ടും ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വെക്കേണ്ട ഒരു സ്റ്റോക്കാണ്, ഷോർട്ട് ടേമും ഒന്നല്ല. ഈ ഒരു ലെവലിന് ഈ ഒരു ക്വാർട്ടർ റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതേ റിസൾട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മേലെ സ്റ്റോക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറി പോകാൻ സാധ്യത ഉണ്ട്. 270 ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 270 ഒക്കെ ടാർഗറ്റ് വെച്ചിട്ട് 270 റെസിസ്റ്റൻസ് ഉണ്ട്, ടെക്നിക്കലി കൊടുക്കുക. താഴോട്ട് വരുമ്പോൾ വീണ്ടും വാങ്ങാം. നമ്മുടെ കയ്യിൽ ചില അവസരങ്ങളിൽ മാർക്കറ്റ് മോശം അന്ന് കൊടുത്തേക്കാം, താഴത്തിന് അന്ന് തന്നെ വാങ്ങാൻ പറ്റിയാൽ അന്ന് തന്നെ വാങ്ങിക്കാൻ നമ്പർ ഷെയർസ് കൂട്ടി വാങ്ങാൻ സാധിക്കും. സോ ആസ് യൂഷ്വൽ ഞാൻ SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, സ്വന്തം പഠിച്ച് മനസ്സിലായിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ പേഷ്യൻ ലിസണിങ്. താങ്ക് യു.